ഹായ്, ഞാൻ റോക്കി. ഇത് ടച്ച് ഓഫിങ് ടാറ്റൂസ് കൊളാം സ്റ്റുഡിയോ എന്നാണ്. ഓക്കെ, ഞാനിവിടെ നിങ്ങളെ കുറച്ച് ക്വാളിറ്റി ടാറ്റൂസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ എല്ലാ ടാറ്റൂസും ക്വാളിറ്റി ടാറ്റൂ അല്ലേ എന്ന്. ഒരിക്കലുമല്ല. എല്ലാ ടാറ്റൂവും നിങ്ങൾക്ക് ക്വാളിറ്റി ടാറ്റൂ ആയിട്ട് ഒരിക്കലും കിട്ടത്തില്ല. കാര്യം ഒരു ടാറ്റൂ 100% ഒരു ക്വാളിറ്റി ടാറ്റൂ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഘടകങ്ങളും ക്വാളിറ്റി ആയിരിക്കണം. ഉദാഹരണം, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് അത് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കണം. ഉദാഹരണം, ഈ കളർ ടാറ്റൂ കണ്ടു. ഇതൊരു ഫുൾ സ്ലീവ് കളർ ടാറ്റൂ ആണ്. ഇത് ഒരു ഫ്രീ സ്റ്റൈൽ ഡിസൈനാണ് ചെയ്തത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് അതിലുള്ള ഇപ്പോൾ ആ ഒരു ലോട്ടസൊക്കെ കണ്ടായിരുന്നോ? അതിൻ്റെ ആ ഒരു റിയാലിറ്റി കണ്ടായിരുന്നോ? ഈ ടാറ്റു ആക്ച്വലി ഞങ്ങളൊരു റീവർക്ക് ചെയ്തതാണ്. ഒരു കുളമായിട്ട് വന്ന ഒരു ടാറ്റുവിനെ ഞങ്ങൾ റീവർക്ക് ചെയ്ത് ശരിയാക്കിയതാണ്. ഇപ്പം ഈ ചെസ്റ്റിലൊക്കെ ചെയ്ത് ഇതൊക്കെ വളരെ ചെറിയ ടാറ്റൂസാണ്. മിനിമൈസ്ഡ് കളർ ബട്ടർഫ്ലൈ ടാറ്റൂസാണിത്. ഇപ്പം ഈ ഒരു പെസിഡിയൻസിൻ്റെ ഈ ഒരു ടാറ്റൂസ് ഞങ്ങൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞതാണ്. ഫുള്ളി കളറിലാണ് ഞങ്ങൾ ആ ടാറ്റൂ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ടാറ്റൂ കണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ മേളിലുള്ള ആ ഒരു ലൈനും നമ്മൾ താഴെ ചെയ്തിട്ടുള്ള നമ്മളെ വർക്ക് നമ്മളെ വ്യത്യാസം കണ്ടോ? ആ മേളിലുള്ളത് പ്രോപ്പർ പാക്ക് ചെയ്തിട്ടില്ല. അതൊരു ക്വാളിറ്റി വർക്കല്ല. നിങ്ങൾക്ക് താഴെ ചെയ്ത് കാണാൻ പറ്റും. ഇത് ഡ്യുവൽ ടോൺ വർക്കാണ്. അതായത് നിങ്ങൾക്ക് ആ ഗേളിൻ്റെ പുറത്തൂടെ ആ ഒരു ഹണി പോയിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് കണ്ടായിരുന്നു. അതൊരു ഡ്യുവൽ ടൂൺ വർക്കാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളൊരു കളർ പോർട്രേറ്റ് കാണിക്കാം. സോ ഇതൊരു കളർ പോർട്രേറ്റ് ആണ്. ഈ കളർ പോർട്രേറ്റിന് ഏകദേശം ഞങ്ങൾ 40ഓളം കളേഴ്സാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഇതൊരു സെമി പോർട്രേറ്റ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതുപോലെ തന്നെ ഇതൊരു ഒരു വാട്ടർ കളർ തീമിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധ ടാറ്റൂ കാണിക്കാം. അതൊരു ഡാർക്ക് പോർട്രേറ്റ് മോഡൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ആ വർക്ക് അതിൽ ഞങ്ങൾ 2 ടോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ലോട്ടസിന് നമ്മൾ ലൈറ്റ് ടോണും ബുദ്ധ ഫേസിന് നമ്മൾ ഡാർക്ക് ടോണുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫുള്ളി കളറിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഫുള്ളി കളറിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഞാനൊരു സെമി പോർട്രേറ്റ് നിങ്ങൾക്കൊരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ ഇതൊരു കവറപ്പ് ടാറ്റൂസ് ആണ്. ഇത് ഒരു ഫേസ് പോർട്രേറ്റ് വെച്ചിട്ട് ആ താഴെ മോമെന്ന് കണ്ടല്ലേ, അത് ഞങ്ങൾ കവറപ്പ് ചെയ്താണ്. അതുപോലെ ഒരു സെമി പോർട്രേറ്റ് ജീസസിൻ്റെ ഒരു ടാറ്റൂസാണ് ഫേസ്. ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ട്രൈബൽ പോളിനേഷൻ മൗരി ആർട്ടാണ് ചെയ്തത്. 2 കൊളാബ് ചെയ്തിട്ടുള്ളതിന്. ആ മേളിൽ കാണുന്നത് പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത ടാറ്റു ആണ്. ഈ താഴത്താണ് ഞങ്ങൾ ചെയ്ത പോർഷൻസ്. അതിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഒരു കസ്റ്റം ടാറ്റൂസാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഹൈപ്പർ റിയലിസം വർക്ക് നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഹൈപ്പർ റിയലിസം കളർ വർക്കാണ്. ആ വർക്കിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതെല്ലാം ഹൈപ്പർ റിയലിസം വർക്കാണ്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എപ്പോഴും നമ്മൾ ടാറ്റൂ കണ്ട് ഇൻസ്പയർഡ് ആവുന്നത് വേൾഡ് ക്ലാസ് ടാറ്റൂസ് കണ്ടായിരിക്കും നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത്. മെസ്സിയുടെ കയ്യിലുള്ള ടാറ്റൂ, വിരാട് കോഹ്ലിയുടെ കയ്യിലുള്ള ടാറ്റൂസ്, അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാരും വേൾഡ് ക്ലാസ് സെലിബ്രിറ്റികളും ചെയ്തിട്ടുള്ള ടാറ്റൂസാണ് നമ്മളെപ്പോഴും ഇൻസ്പയർഡ് ആവുന്നത്, അല്ലേ? ആ ഇൻസ്പിറേഷനും കൊണ്ടിട്ട് നമ്മൾ പോകുന്നത് എവിടെയാണ്? നമ്മൾ പോകുന്നത് ഒന്നി നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിട്ടായിരിക്കും നമ്മൾ ഒരു വേൾഡ് ക്ലാസ് ടാറ്റൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾക്കൊരു വേൾഡ് ക്ലാസ് ക്വാളിറ്റി ടാറ്റൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസും എക്സ്പേർട്ടുമായിട്ടുള്ള ആൾക്കാരെ അടുത്ത് പോയിട്ട് നിങ്ങളെ ഐഡിയ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഹെവി ടാറ്റൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു 25,000 റുപ്പീസ് പറഞ്ഞ വർക്ക് നിങ്ങൾക്ക് 3,000 രൂപയ്ക്ക് ആരെങ്കിലും ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ വിചാരിക്കുക അതൊരിക്കലും ഒരു ബെസ്റ്റ് വർക്ക് ആവത്തില്ല. നിങ്ങൾക്ക് ക്വാളിറ്റി ഞങ്ങൾ അഷുറൻസ് ചെയ്യാം. കാര്യം ഞങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അവാർഡ് വിന്നിങ് ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 10 വർഷത്തെ ടാറ്റൂ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളിൽ ഭൂരിഭാഗം പേരും അവാർഡ് വിന്നിങ് ആർട്ടിസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടി ഒരു ഒറിജിനൽ ടാറ്റൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് നിങ്ങൾക്ക് ടാറ്റൂ എന്ന് പറയാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ടാറ്റൂ നിങ്ങൾക്ക് പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് ഓഫിങ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ ഞങ്ങൾ കൺസൾട്ടേഷൻ, ഡിസൈൻ മേക്കിംഗ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നു. ഞങ്ങൾ പ്രീവിയസ് അപ്പോയിൻമെൻറ്റ് വർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടാറ്റൂസ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടി ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടാറ്റൂ സ്വപ്നം നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് പൂവൺ ചെയ്യാം. കാര്യം ഒരു ടാറ്റൂ ചെയ്തിട്ട് അതിൻ്റെ പുറകെ പിന്നെ അത് കവറപ്പ് ചെയ്യാനോ അത് റീവർക്ക് ചെയ്യാനോ റീടച്ച് ചെയ്യാനോ അത് ലേസർ റിമൂവ് ചെയ്യാനോ നടക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ടാറ്റൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ടാറ്റൂ ആർട്ടിസ്റ്റ്, ആ ടാറ്റൂ സ്റ്റുഡിയോയുടെ റിവ്യൂസ്, അതിൻ്റെ ബാക്കി പ്രീവിയസ് ആയിട്ടുള്ള വർക്ക്
ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടോ, അവർ ചെയ്യുന്ന ആ ഐറ്റംസ് എല്ലാം തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസുകളാണോ എല്ലാം ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങളൊരു ബെസ്റ്റ് ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഈ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള സംഭവമില്ല. ആൾക്കാർ വെരി ചീപ്പ് പ്രൈസിന് ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. കാര്യം അതിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഈ കാണുന്ന രീതിയിലുള്ള ഒരു ടാറ്റു നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടാറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് ഓഫ് ഇങ്ക് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കയറിപ്പോരൂ ചങ്ങാതിമാരെ ടാറ്റുവിൻ്റെ ദുനിയാവിലോട്ട്. ടച്ച് ഓഫ് ഇങ്ക്.